ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സച്ചി ഫ്രണ്ട്സിനോട് വന്നിട്ട് രേവതിയുടെ പൂക്കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയ കാര്യം പറയുമ്പോൾ അവരിങ്ങനെ പറയാണ്, പൂക്കടയ്ക്കാകുമ്പോൾ വലിയ വാടക വേണ്ട, ഒന്നും വേണ്ട, ആരുടെ അടുത്തും കൊണ്ടു കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും മേടിക്കാം, യാതൊരുവിധ ഫോർമാലിറ്റീസും ഇല്ല എന്നൊക്കെ പറയണം. നമുക്ക് വേറൊരു കട എടുക്കുക, എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയാണ്. കൂട്ടുകാരെ ഐഡിയ പറയുമ്പോഴാണ് സച്ചിക്ക് പെട്ടെന്നൊരു ഐഡിയ ഓർമ്മ വരിക. ഒരു മൊബൈൽ പൂക്കട പോലെ എന്ന് പറയുമ്പോഴാണ് സച്ചിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരിക. വണ്ടിയിൽ പൂ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, രേവതിക്ക് ഒരു സ്കൂട്ടർ എടുത്തു കൊടുക്കുക. അപ്പോൾ രേവതിക്ക് സ്കൂട്ടറിൽ പൂവ് എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാമല്ലോ, ഒരു കട ഇട്ടു എന്നുള്ള കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ പറയണ സമയത്ത് ഇനിയിപ്പോൾ ഒരു വണ്ടി എടുക്കണമെങ്കിൽ കാശ് വേണ്ട സച്ചി ചോദിക്കണം മഹേഷ്. അപ്പോൾ കാശ് വേണം, കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട്, ബാക്കി അടവിടാലോ എന്നിങ്ങനെ പറയണ സച്ചി. അപ്പോൾ മഹേഷ് പറയും, കുറച്ച് നിനക്ക് ഞങ്ങൾ പൈസ തരാനില്ലേ, കുറച്ച് പൈസ ഞാൻ ഇപ്പോൾ തരാം, ഒരു 5000 രൂപേൻ്റെ പറഞ്ഞിട്ട് മഹേഷ് 5000 രൂപ എടുത്ത് സച്ചിക്ക് കൊടുക്കണം. പിന്നെ മറ്റേ സച്ചിയുടെ വേറെ കൂട്ടുകാരൻ അവരും പൈസ കൊടുക്കാണ്ട്, അവർ വേഗം 4000 രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ പറഞ്ഞിട്ട് 4000 രൂപ എടുത്ത് സച്ചിക്ക് കൊടുക്കണം. അങ്ങനെ സച്ചി പറയും, ഒരു 10-10000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഒരു 10-20,000 രൂപയായില്ലേ, അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, ഈ പൈസ കൊണ്ട് പോയിട്ട് വണ്ടി എടുത്തിട്ട് ബാക്കി അടവിടാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഞാൻ ഇപ്പം തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷോറൂമിലേക്ക് പോകണു. ഷോറൂമിൽ പോയി അവർ ചോദിക്കണു, എന്താ സാർ വേണ്ടത് ചോദിക്കണു. സെയിൽസ്മാൻ വന്നിട്ട് അപ്പോൾ പറയണു, എനിക്ക് എൻ്റെ വൈഫിന് ഓടിക്കാൻ ഒരു സ്കൂട്ടർ വേണമെന്ന് പറയണു. അപ്പോൾ ശരി സാറ് വരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ആകെ 2 സ്കൂട്ടർ ഇപ്പോൾ ഉള്ളൂ, ഇനി സാറ് പറയുകയാണെങ്കിൽ വേറെ കളർ വേണമെങ്കിൽ വരുത്തിക്കാമെന്ന് പറയണം. അപ്പോൾ ഒരു ചുവപ്പും ഒരു ഗ്രേ കളർ സ്കൂട്ടറാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്ന, ഒരു മീറ്റിംഗ് ഞാൻ എൻ്റെ വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, വൈഫിന് ഏത് കളർ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ സെയിൽസ്മാൻ അത്ഭുതത്തോട് ഇങ്ങനെ നോക്കുമ്പോൾ പറയണ, താൻ നോക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുടെ ഇഷ്ടം അറിയാത്ത ഭർത്താവെന്നല്ല, ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാനൊന്ന് അവളെ വിളിക്കട്ടെ. എന്നിട്ട് രേവതിനെ വിളിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ രേവതി, എന്താ സച്ചേട്ടാ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ, ഊണ് കഴിക്കാൻ വരണട്ടോ, പുറത്തുനിന്ന് കഴിക്കുമെന്ന് വേണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയാനാണോ വിളിക്കണമെന്നൊക്കെ ചോദിക്കാൻ രേവതി. അപ്പോൾ അല്ല രേവതി, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ, അപ്പോൾ ഇങ്ങനെ സച്ചേട്ട ഇഷ്ടപ്പെട്ട കളർ ചോദിക്കണോ, സച്ചേട്ട എനിക്ക് സാരി എടുക്കാനുള്ള പരിപാടിയല്ലേ, പൂക്കട കൊണ്ടുപോയ സങ്കടത്തിൽ ഞാൻ ഇരിക്കണേ, എനിക്ക് സാരി എടുത്ത് തരാനാവില്ലേ, എന്തിനാ സച്ചേട്ട അതിനൊക്കെ നിൽക്കണം, ഇനിയിപ്പോൾ സാരി എടുത്ത് തന്നാൽ തന്നെയും ഇവിടെ വന്ന പൂക്കട പോയി വീട്ടിൽ പണി ചെയ്യണം, ഇവൾക്ക് എന്തിനാ സാരി എടുത്തു കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മ അടുത്ത വഴക്കുണ്ടാക്കുക, സച്ചേട്ട അതിനൊന്നും നിൽക്കണ്ട, സച്ചേട്ടൻ ഇങ്ങോട്ട് വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയണം. നീ പറ രേവതി, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കാൻ. അപ്പോൾ രേവതി പറയും, കുറേ പറയുമ്പോൾ എന്തിനാ സച്ചേട്ടാ പറ എന്ന് പറയുമ്പോൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ചെമ്പനീർപ്പൂവിൻ്റെ കളറാണ്, ചുവപ്പ് എന്ന് പറയും. അപ്പം നോക്കുമ്പോൾ അവിടെയുള്ള 2 സ്കൂട്ടികളിൽ ഒരെണ്ണം ചുവപ്പാണ്. അപ്പോൾ സച്ചി ശരി ചുവപ്പ് പടി ഉണ്ട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സച്ചി ആളോട് പറയണ, സെയിൽസ്മാനോട് പറയണേ, ഈ ചുവപ്പ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്തിട്ട് സച്ചി വണ്ടി കൊടുന്നിട്ട് ചന്ദ്രരഥത്തിൻ്റെ ഗേറ്റിൻ്റെ മുൻപിൽ വെച്ചിട്ട് സച്ചി അവിടെ നിന്ന് അച്ഛനെ ഫോൺ വിളിക്കണം. അച്ഛൻ വീട്ടിലുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ടടാ, എന്താ സച്ചി ചോദിക്കുക, അച്ഛനൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്ന് പറയണം. എന്താടാ ചോദിക്കുക, വേഗം ഇറങ്ങി വാ പറയണു, അമ്മേനെയും കൂട്ടണം പറയണു. എന്നിട്ട് സച്ചി സുധീനെ വിളിച്ചിട്ട്, സുധി നീ വീട്ടിലുണ്ടോടാ, അല്ല അപ്പോൾ നീ എവിടെ പോകാനാലേ, ഞാൻ ഇവിടെ ഉണ്ട്, എന്താ ചോദിക്കുമ്പോൾ പറയും, പെട്ടെന്ന് നിൻ്റെ ഭാര്യേനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വാ പറയണം. അപ്പോൾ എന്താടാ ചോദിക്കുമ്പോഴേക്ക് ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്തത് സച്ചി ശ്രീകാന്തിനെ വിളിക്കുന്നു. ശ്രീകാന്തിനോട് പറയണു, ശ്രീകാന്തെ നീ വീട്ടിലുണ്ടോ, ജോലിക്ക് പോയി നോക്കുമ്പോൾ ഇല്ല ഏട്ടാ ഞാൻ ഇറങ്ങാൻ പോവാ പറയാം. അപ്പോൾ പറയണു, വേഗം നിൻ്റെ ഭാര്യനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വാ പറയണു. അങ്ങനെ ഇവരൊക്കെ എന്താണെന്നറിയില്ല. അപ്പോൾ എന്തിനാ സച്ചി വിളിച്ചു വെച്ചിട്ട് എല്ലാവരും ഹാളിൽ ഒത്തുകൊണ്ട് അറിയില്ല. അപ്പോൾ രവീന്ദ്രൻ പറയണു, വാ എന്തായാലും അവൻ വിളിച്ചാലേ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗേറ്റ് പിടിച്ചിട്ട് സച്ചി നിൽക്കണം. അപ്പോൾ ചന്ദ്രമതി പറയണ, അവൻ്റെ വണ്ടി തള്ളാൻ ആളില്ല, അതുകൊണ്ടാവും നമ്മളെയൊക്കെ വിളിച്ചത് എന്ന് പറയണ ചന്ദ്രമതി. അപ്പോൾ സച്ചി പറയും, എന്താടാ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണേ, ഇത് കാണാനാണോ വിളിച്ചു ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നു ചന്ദ്രമതി. അപ്പോൾ സച്ചി പറയണം, അതൊന്നല്ല, ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഗേറ്റ് തുറക്കുമ്പോൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ചുവന്ന കളറിലുള്ള സ്കൂട്ടി ഇരിക്കണം. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഇതെന്താടാ സച്ചി ചോദിക്കുമ്പോൾ പറയാണ്, ഇത് ഞാൻ മേടിച്ചത് അച്ഛാ, രേവതിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണെന്ന് പറയണം. അപ്പോൾ രേവതിക്ക് എനിക്കോ ചോദിക്കുകയാണ് രേവതി. അപ്പോൾ അതേ, പൂക്കട ഇട്ടാലല്ലേ പ്രശ്നമുള്ളൂ, ഇതിപ്പോൾ എന്താ പറയുക, വണ്ടി മേടിച്ചല്ലോ, ഇനി വണ്ടിയുടെ ബാക്കിലൊരു ബോക്സ് വെച്ച് രേവതിക്ക് എവിടെ വേണമെങ്കിലും പൂ കൊണ്ടുപോയി വിൽക്കാം, എവിടെ വേണമെങ്കിലും വിൽക്കാം, ആരുടെ അടുത്തുനിന്നും ഒരു അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ല, അത്രയും പവിത്രമായ ജോലിയല്ലേ അച്ഛാ രേവതി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിനൊക്കെ പൂ വേണം.
അതിനൊക്കെ പൂ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ രേവതിക്ക് ബാക്കിൽ ബോക്സ് വെച്ചിട്ട് പൂ എവിടെ വേണമെങ്കിലും കൊണ്ട് വിൽക്കാമെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയണു. അപ്പോൾ രവീന്ദ്രന് ഭയങ്കര സന്തോഷമാവണം. അപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും ആകെ തോറ്റ ഭാവത്തിൽ നിൽക്കണു. ശ്രീകാന്തും വർഷ അത്ഭുതപ്പെട്ട് നോക്കണം. അപ്പോൾ വർഷ പറയണു, രേവതി ചേച്ചി ഇത് സൂപ്പറാണ്. ഇനി രേവതി ചേച്ചിക്ക് ആരുടെ അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ല. ഏത് കടയുടെ മുമ്പിൽ, ഏത് അമ്പലത്തിൻ്റെ മുമ്പിൽ, ഏത് ഷോറൂമിൻ്റെ മുമ്പിൽ എവിടെ വേണമെങ്കിലും രേവതി ചേച്ചിക്ക് പൂവിക്കാം. ഇനി ഒരാളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഇത് അടിപൊളി ഐഡിയ രേവതി ചേച്ചിക്ക് കടയിടുന്നതിനാട്ടിലും ബെറ്റർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ വന്നിട്ട് കോഡ് ചേച്ചി ബെസ്റ്റ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് കൈ കൊടുക്കണു. ശ്രീകാന്ത് വന്നിട്ടും കൺഗ്രാറ്റ്സ് ഏട്ടത്തി പറഞ്ഞിട്ട് രേവതിക്ക് കൈ കൊടുക്കും. അങ്ങനെ രേവതി തോറ്റു എന്ന് ചന്ദ്രമതി വിചാരിച്ച ഭാഗത്ത് രേവതിനെ 10 മടങ്ങ് വിജയത്തോട് കൂടിയിട്ട് സച്ചി കൈ പിടിച്ചു കൊണ്ടുവന്നേക്കണ ഭാഗമാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൽ കാണുന്നത്. വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ്. അപ്പോൾ എൻ്റെ കഥ കേട്ടിട്ട് ഇഷ്ടമായ കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.